വരും, എങ്ങനെ പോയാലും വരും. ചിലപ്പോ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കും, പക്ഷെ മുഖത്ത് ഇങ്ങനെ സൈലൻസ് ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ജാടയാണ്. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ആരെങ്കിലും പിണങ്ങിയിട്ടൊക്കെ ഉണ്ടോ സിമ്പിളായിട്ട്? അല്ലെങ്കിൽ ഇപ്പം പണ്ട് ഞാനിത് ഇന്നസെൻസ് സാറ് പറഞ്ഞിട്ടുണ്ട്, മാനാർമത്തായി സിനിമയുടെ ലൊക്കേഷനിൽ വാണി വിശ്വനാഥ്, ഉം. ആ വാണി വിശ്വനാഥ് അദ്ദേഹം അവർ വന്ന് ഷൂട്ടിന് ഇടുന്ന സമയത്ത് ഇന്നസെൻസ് സാറിന് മിണ്ടണമെന്നുണ്ട്, ആ, എന്ന് ഇവരൊന്നും മിണ്ടണമില്ല. ആ. ഓ ഇത്ര ജാട പുറത്തുനിന്ന് വന്ന അതെ, കർണാടകയാണല്ലോ കർണാടക. വന്നടിക്കുന്നതിന് കുറേ ദിവസങ്ങളിൽ ഇന്നസെൻസ് സാറ് മിണ്ടിയില്ല. ഓ. പിന്നെ മനസ്സിലാവണേ അന്ന് മലയാളം അറിയാൻ പാടാത്തോണ്ട് അതെ. ആ പുള്ളിക്കാരി പേടിച്ചിരിക്കുവായിരുന്നു, എന്ത് മിണ്ടും എങ്ങനെ മിണ്ടും ആ, ആ, എന്നല്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ട്. കാണുന്ന കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് ഇന്നസെൻസ് സാറ് പറഞ്ഞു വെച്ചൊരു സ്റ്റേറ്റ്മെന്റിന് ശരി, ശരി, എക്സാമ്പിൾ ആണ്. ശരി, ശരി. അതല്ല ഇത് പറഞ്ഞപ്പോ ഞാനത് പെട്ടെന്ന് ശരിയാണ്. പലപ്പോഴും അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ, പക്ഷെ നിസ്സാരമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ പറയും, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര ജാട, മിണ്ടില്ല, നീ ഓരോന്നും നിന്റെ വിചാരം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ. പക്ഷെ ഒന്നുമില്ല, വാ തുറന്നപ്പോ പോയി. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് കോ ആക്ടേഴ്സിന്. വാതർന്നപ്പോ എല്ലാ ആ, ഇമേജും പോയി. ഇത്ര ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. കോ ആക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പം എപ്പോഴെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ രണ്ട് പേരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ അതേ ഉദ്ദേശം, ഇപ്പം ശോഭന ഉർവശി, അങ്ങനെ രണ്ട് പേരെ നമ്മൾ ആൾക്കാർ താരതമ്യം ചെയ്യുന്ന ഒരു രണ്ടുപേരെ എല്ലാ കാലത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ഓക്കെ. ഇപ്പം അതിഥി സ്വയം, ഇപ്പം ആരെ പറഞ്ഞില്ല, അതിഥിക്ക് സ്വയം ഞാനും ഇവരും ഒരേ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിരുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സിനിമകളാണ് ഒരു പക്ഷേ അവർക്ക് കിട്ടേണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തെങ്കിലും ആരുമായിട്ടോ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. കാരണം എന്താ പറയുക, ഇപ്പം ഒരു സിനിമ ചെയ്യാൻ തന്നെ പല ആളുകളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ.